ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലത്തെ കൂട്ടുകാരുടെ ഇംഗ്ലീഷിലെ ഒന്നാമത്തെ യൂണിറ്റായ നെയിംസ് ആൻഡ് നെയിംസ് എന്ന യൂണിറ്റിലെ എല്ലാ ആക്ടിവിറ്റീസും അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോയാണിത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ പാഠത്തിൻ്റെ എക്സ്പ്ലനേഷൻ, വിശദീകരണം, അതുപോലെ തന്നെ അതിൻ്റെ സൈഡ് ക്വസ്റ്റ്യൻസ് എല്ലാം അടങ്ങിയിട്ടുള്ള വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായ കൂട്ടുകാർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിത് നെയിംസ് ആൻഡ് നെയിംസിലെ ആക്ടിവിറ്റീസ് നോക്കാം. 7 ആക്ടിവിറ്റീസ് ആണുള്ളത്. അപ്പോൾ അത് ഓരോന്നായിട്ട് അതിൻ്റെ ഉത്തരങ്ങളും ചോദ്യങ്ങളും നോക്കാം. ആക്ടിവിറ്റി 1. The school is closed for the vacation. Kunnichirtha is in Kerala and her friend Antonite is now in France, but they are still stay connected through text messages. Here are peek at that chat. അതായത് അവരുടെ സ്കൂൾ അടച്ചു, അവരിപ്പോൾ വെക്കേഷനിലാണ്. അപ്പോൾ കുഞ്ഞിച്ചിരുതയും അതുപോലെ തന്നെ ആൻറ്റോണൈറ്റും എന്താണ്, കൂട്ടുകാരാണ്. അപ്പോൾ കുഞ്ഞിച്ചിരുത ഇപ്പോൾ ഉള്ളത് കേരളത്തിലും ആൻറ്റോണൈറ്റ് ഫ്രാൻസിലുമാണ്. എന്നിരുന്നാലും അവർ ഇപ്പോഴും ടെക്സ്റ്റ് മെസ്സേജിലൂടെ അവരിപ്പോഴും കണക്ഷൻ നിലനിർത്തുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു ചാറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് വായിച്ചു നോക്കാം. Hi Antonite, how's everything going? അപ്പോൾ ആൻറ്റോണൈറ്റ് പറയാണ്, Hi, it's so nice here, eating lots of yummy foods. What about you? How's Kerala? അപ്പോൾ എന്താ പറയുന്നത്, കുഞ്ഞിച്ചിരുത് പറയുകയാണ്, ഗ്രേറ്റ്, ലോട്ട് ഓഫ് കോക്കനട്ട് ട്രീസ് ആൻഡ് അമ്മാസ് ദോശാസ്, മിസ് യു തോ. ദെൻ ആൻറ്റോണൈറ്റ് പറയാണ്, ഹോ മിസ് യു ടു. ഗസ് വാട്ട്, ഐ ടോട്ട് മൈ മോം ടു സേ യുവർ നെയിം. അപ്പോൾ എന്താണ്, ഞാൻ എൻ്റെ അമ്മയ്ക്ക് നിൻ്റെ പേര് പഠിപ്പിച്ചു കൊടുത്തു. അതായത് ഇവളുടെ പേര് ഇവിടെ കുറച്ച് പേര് മാത്രമാണ് നല്ല രീതിയിൽ പറയുന്നുള്ളൂ. ഇതൊക്കെ നമ്മൾ പാഠഭാഗത്തിൽ നിന്ന് പറഞ്ഞു. അപ്പോൾ ദാറ്റ്സ് അമേസിങ്, ഐ തോട്ട് അമ്മ ടു സേ യുവർ നെയിം ടു. അപ്പോൾ കുഞ്ഞിച്ചിരുത് പറയാണ്, ഞാനും നിൻ്റെ പേര് എൻ്റെ അമ്മയ്ക്ക് പഠിപ്പിച്ചു കൊടുത്തു. വൗ, വെരി യു ആർ ഗോയിങ് ടു ന്യൂ ജേഴ്സി. അപ്പം നീ എന്നാണ് പോകുന്നത്? അപ്പം കുഞ്ഞിച്ചിരുത് പറയുകയാണ്, ഇൻ 2 weeks. വാട്ട് അബൌട്ട് യു? ഡു യു മിസ് ന്യൂ ജേഴ്സി? അതായത് നീ അവിടെ മിസ് ചെയ്യുന്നുണ്ടോ? നീ എപ്പോഴാണ് അവിടേക്ക് പോകുന്നത്? ഞാൻ 2 ആഴ്ച കഴിഞ്ഞിട്ടാണെന്ന് പറയുന്നത്. ഐ മിസ് ഹാങ്ങിങ് ഔട്ട് വിത്ത് friends like you and school activities. Also the ice creams at Prakash shop. Anyway, I will be back in 2 weeks. അപ്പം ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അവിടുത്തെ ഫ്രണ്ട്സിനെയും അവിടുത്തെ ഐസ്ക്രീം ഷോപ്പും. അതുപോലെ തന്നെ ഞാൻ 2 ആഴ്ച കഴിഞ്ഞാൽ വരുന്നുണ്ടാകും. അപ്പോൾ കുഞ്ഞിച്ചിരുത് പറയാൻ, can't wait, see you soon. അപ്പം നമുക്ക് തന്നെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. അപ്പോൾ അങ്ങനെ ആൻറ്റോണൈറ്റും സി യു സൂൺ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ളൊരു ചാറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കുള്ള ആക്ടിവിറ്റി എന്താണ് ഇതിൽ? യു വിഷ് ടു ഹാങ് ഔട്ട് വിത്ത് യുവർ ഫ്രണ്ട്സ് ദിസ് വീക്കെൻഡ്. ഹൗ വിത്ത് യുവർ പ്ലാൻ ഫോർ ഇറ്റ്? സിറ്റ് ഇൻ ഫയർ ആൻഡ് ക്രിയേറ്റ് എ ചാറ്റ്. അതായത് നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ടുമായിട്ട് വീക്കെൻഡിൽ ഒരു പ്ലാൻ ചെയ്യുക. അതായത് ഫ്രണ്ട്സ് എല്ലാവരും കൂടി പുറത്ത് പോകാൻ ഒരു പ്ലാൻ ചെയ്യാണ്. അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ചാറ്റ് ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ 2 അവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് യു ആൻഡ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട്, ഹായ് വാട്ട് ആർ യു ഡൂയിങ് ദിസ് വീക്കെൻഡ്? നീ എന്താണ് ഈ വീക്കെൻഡിൽ ചെയ്യുന്നത്? അപ്പോൾ ഫ്രണ്ട് പറയാണ്, ഐ എം നോട്ട് ഷുവർ യെറ്റ്, ഡു യു വാണ്ട് ടു ഹാങ് ഔട്ട്? ഞാൻ ഒന്നും തീരുമാനിച്ചിട്ടില്ല, നമുക്ക് ഹാങ് ഔട്ട് പുറത്ത് പോയാലോ എന്ന് പറയുകയാണ്. അതിന് ശേഷമുള്ള കാര്യങ്ങൾ നമ്മുടേതായ രീതിയിൽ എഴുതിയിട്ട് ആ ചാറ്റ് പൂർത്തീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? യെസ്, ലെറ്റ്സ് ഗോ ടു ദ പാർക്ക് ആൻഡ് ദെൻ ഗോട്ട് ഐസ്ക്രീം. നമുക്ക് പാർക്കിൽ പോകാം, എന്നിട്ട് ഐസ്ക്രീം ഒക്കെ മേടിക്കാം. അപ്പോൾ ഫ്രണ്ട് പറയാണ്, ദാറ്റ് സൗണ്ട് ഫൺ, വാട്ട് ടൈം ഷുഡ് വി ഈറ്റ്? അപ്പോൾ എപ്പോഴാണ് നമ്മൾ കണ്ടുമുട്ടുക? അപ്പം നമ്മൾ പറയാണ്, ഹൗ അബൌട്ട് 4 o'clock ഇൻ ദ ഈവനിങ്? നമുക്ക് 4 മണിക്കായാലോ? പെർഫെക്റ്റ്, ഐ വിൽ ബ്രിങ് മൈ സൈക്കിൾ ടു. ഞാൻ വരാം, ഞാൻ സൈക്കിളുമായിട്ട് വരാമെന്ന് പറയാണ്. യാ, കാൻ യു വെയിറ്റ് ടു സീ യുവർ ഫ്രണ്ട്? മീ ടു, സി യു ദെൻ. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ട് ആ കോൺവെർസേഷൻ അവിടെ നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയും അല്ലെങ്കിൽ നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് ഈ ചാറ്റ് എഴുതാവുന്നതാണ്. ദെൻ ആക്ടിവിറ്റി 2 ആണ്. ഡ്യൂറിങ് ദ വെക്കേഷൻ കുഞ്ഞിച്ചിരുത റിസീവ്ഡ് എ ഇമെയിൽ ഫ്രം ഹെർ ഫ്രണ്ട് ആൻറ്റോണൈറ്റ്. അതായത് അവൾക്ക് വെക്കേഷൻ സമയത്ത് എന്താണ്, കുഞ്ഞിച്ചിരുതക്ക് ആൻറ്റോണൈറ്റിൽ നിന്നൊരു ഇമെയിൽ വരികയാണ്. ഫ്രം ആൻറ്റോണൈറ്റ് 12@gmail.com. ആൻഡ് ടു ആർക്കാണ്? കുഞ്ഞിച്ചിരുത. ഡിയർ കുഞ്ഞിച്ചിരുത, ഐ ഹോപ്പ് യു ആർ എൻജോയിങ് യുവർ vacation. I'm back in Mercedes. The weather here is lovely and I went paddle boarding with my friends. I fell down many times but it was exciting. I have attached some photos for you. How's Kerala? I really miss you and can't to hear all about your adventures. Say hi to your mom for me. Take care. Love, Antonite. അപ്പോൾ എന്താണ്, അവൾ അവിടെ തിരിച്ചെത്തിയിട്ടുണ്ട്. അതായത് അവൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പാഡൽ ബോർഡിങ് ചെയ്തു. അതിൻ്റെ ഫോട്ടോസ് ഇതിൻ്റെ കൂടെ വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ എങ്ങനെയാണ് നിൻ്റെ കേരളം ഉള്ളത്, ഞാൻ നിന്നെ നന്നായി മിസ് ചെയ്യുന്നുണ്ട്, നിൻ്റെ അഡ്വെഞ്ചേഴ്സ് ആയിട്ടുള്ള സ്റ്റോറി കേൾക്കാൻ ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ്, നിൻ്റെ അമ്മയോട് എൻ്റെ അന്വേഷണം പറയും. അങ്ങനെ പറഞ്ഞിട്ടുള്ളൊരു ഇമെയിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ ഇവിടെ കുഞ്ഞിച്ചിത വാസ് ഡിലൈറ്റഡ്, അവൾ വളരെ ഹാപ്പി ആയി. ഷി ബിഗാൻ ടു ടൈപ്പ് എ റിപ്ലൈ. അപ്പോൾ അതിന് നമ്മളിപ്പോൾ ഇത് എഴുതിയിട്ടുള്ളത് ആൻറ്റോണൈറ്റ് ആണ് കുഞ്ഞിച്ചിരുതൊക്കെ. അപ്പോൾ കുഞ്ഞിച്ചിരുത് അതിൻ്റെ റിപ്ലൈ ആയിട്ട് ഒരെണ്ണം എഴുതാൻ നോക്കി. ക്യാൻ യു ഹെൽപ്പ് ഹെർ കംപ്ലീറ്റ് ദ മെയിൽ, അതായത് അവൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ, മെയിൽ കംപ്ലീറ്റ് ചെയ്യാൻ നമ്മളോട് ഹെൽപ്പ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫ്രം ആരായിരിക്കും? ഫ്രം കുഞ്ഞിച്ചിരുത ആയിരിക്കും. ടു ആൻറ്റോണൈറ്റ് ആയിരിക്കും. അപ്പോൾ ഡിയർ ആൻറ്റോണൈറ്റ്, ഐ വാസ് എക്സൈറ്റഡ് ടു ഗെറ്റ് യുവർ ഇമെയിൽ, അതായത് നിൻ്റെ മെയിൽ എനിക്ക് വളരെ എക്സൈറ്റഡ് ആയി. ഇറ്റ് മെയ്ഡ് മീ സോ ഹാപ്പി ടു ഹിയർ ഫ്രം യു, നിന്നിൽ നിന്ന് ആ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോൾ റിപ്ലൈ മെയിൽ നോക്കാം. ഫ്രം കുഞ്ഞിച്ചിഴുത @gmail.com ടു antonite12mail.com. ഡിയർ ആൻറ്റോണൈറ്റ്, ഐ വാസ് എക്സൈറ്റഡ് ടു ഗെറ്റ് യുവർ മെയിൽ. ഇറ്റ് വാസ് മെയ്ഡ് മീ ഹാപ്പി ടു ഹിയർ ഫ്രം യു. ഐ എം എൻജോയ് മൈ വെക്കേഷൻ ഇൻ കേരള. അപ്പം അതുവരെ നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എൻജോയ് ചെയ്യാണ്, ആസ്വദിക്കുകയാണ് എൻ്റെ വെക്കേഷൻ കേരളത്തിൽ. ഐ വിസിറ്റഡ് മൈ ഗ്രാൻഡ് മദേഴ്സ് ഹോം ആൻഡ് വി വെൻറ്റ് ടു റിവർ നിയർ ബൈ. അപ്പോൾ ഞാൻ എൻ്റെ അമ്മമ്മയുടെ വീട്ടിലേക്ക് പോയി, അവിടെ നിന്ന് അവിടുത്തെ അടുത്തുള്ള കുളത്തിലേക്ക് പോയി. ഐ ഓൾസോ എയ്റ്റ് ലോട്ട് ഓഫ് അമ്മാസ് ദോശ ആൻഡ് മാംഗോസ് ഫ്രം ദ ബാക്ക് യാർഡ്. അപ്പോൾ ഞാൻ അമ്മയുടെ ദോശയും മാംഗോ ഒക്കെ, അതായത് മാങ്ങയും ഒക്കെ ഒരുപാട് കഴിച്ചു. യുവർ പാഡൽ ബോർഡിംഗ് സൗണ്ട്സ് ഫൺ ഈവൻ ഇഫ് ഐ ഫെൽ. I wish I could try that too. Thank you for pictures. I miss you so much. Can't wait to see you back in school. Say hi to your mom. Take care. Love, കുഞ്ഞിച്ചിരുത. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു മെയിലിൻ്റെ റിപ്ലൈ ആയിട്ട് കൊടുക്കാവുന്നതാണ്. ദെൻ ആക്ടിവിറ്റി 3 ആണ്. റീഡ് ദ സെൻറ്റൻസ് ടേക്കൺ ഫ്രം ദ സ്റ്റോറി. അപ്പോൾ ആ സ്റ്റോറിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ്. ഇൻ ഫാക്ട് നിയർലി ഹാഫ് ഓഫ് സ്റ്റുഡൻസ് ബിലോങ്സ് ടു ഇമിഗ്രേറ്റ് ഫാമിലീസ്. ദ വർ സ്റ്റുഡൻസ് ഫ്രം കാനഡ, മെക്സിക്കോ, ഇറ്റലി, ദ UAE, ഈജിപ്റ്റ് ആൻഡ് ചൈന. അപ്പോൾ അതായത് അവളുടെ ക്ലാസ്സിൽ ഒരുപാട് കുട്ടികളുണ്ട്, അതായത് ഒരുപാട് വേറെ സ്ഥലങ്ങളിലുള്ള കുട്ടികളുണ്ട് പറഞ്ഞു. കുഞ്ഞിച്ചിരുത വാസ് ഓൺലി ദ ഇന്ത്യൻ, അതായത് കുഞ്ഞിച്ചിരുത മാത്രമാണ് ഇന്ത്യയിൽ നിന്നുള്ള ഒരു കുട്ടി എന്ന് പറയുന്നത്. ദ ടേം ഇന്ത്യൻ ഡിനോട്ട് സംവൺ ഫ്രം ഇന്ത്യ, അതായത് ഇന്ത്യൻ എന്ന് പറയുന്ന ആ ടേം ഡിനോട്ട് ചെയ്യുന്നത് ഒരാൾ ഇന്ത്യയിൽ നിന്ന് എന്നതാണ്. അപ്പോൾ അതുപോലെ ഹിയർ ദ ലീസ്റ്റ് ഓഫ് സച്ച് വേർഡ്സ് ഓഫ് ദ പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ് കൺട്രീസ്, അതായത് കാനഡ കനേഡിയൻ, ചൈന ചൈനീസ്, ഈജിപ്തിയൻ, ജപ്പാൻ ജപ്പാനീസ്, മെക്സിക്കോ മെക്സിക്കാൻ, അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ദെൻ അപ്പോൾ അതിന് ശേഷം കംപ്ലീറ്റ് ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഫ്രാൻസ് എന്ന് പറയുന്നതിന് ഇതുപോലെ കാനഡ കനേഡിയൻ എന്ന് പറയുന്നത് പോലെ ആ ടേം, അതായത് ഫ്രം ഫ്രാൻസ് എന്ന് പറയുന്ന ടേം ഡിനോട്ട് ചെയ്യുന്നതിന് എന്താ നമ്മൾ എഴുതേണ്ടത്? അപ്പോൾ ഫ്രാൻസ് എന്ന് പറയുന്നത് ഫ്രഞ്ച് ആയി മാറും, ജർമ്മനി ജർമ്മൻ ആയി മാറും, സ്പെയിൻ സ്പാനിഷ് ആയി മാറും, UAE എമിറേറ്റി എന്നായി മാറും. ദെൻ ക്യാൻ യു ആഡ് മോർ ഓഫ് ടു ദി ലിസ്റ്റ്, അതായത് ഇതിലേക്ക് കുറച്ചും കൂടി എഴുതാനാണ്. അപ്പോൾ നമുക്കറിയുന്നത് ഇന്ത്യ ഇന്ത്യൻ, ദെൻ ഓസ്ട്രേലിയ ഓസ്ട്രേലിയൻ. അപ്പോൾ അങ്ങനെ നമുക്ക് എഴുതിയിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ തേർഡ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ആക്ടിവിറ്റി 4, ലെറ്റ്സ് ഹാവ് ഫൺ വിത്ത് വേർഡ്സ്. A question. കുഞ്ഞിച്ചിരുത ആൻഡ് ആൻറ്റോണൈറ്റ് ഡിസൈഡഡ് ടു പ്ലേ എ ഗെയിം. അവർ രണ്ടുപേരും കൂടിയിട്ട് ഒരു ഗെയിം കളിക്കാൻ തീരുമാനിച്ചു. ദ പിക്ക്ഡ് വേർഡ്സ് ദ സ്റ്റാർട്ടഡ് ഫ്രം ഈച്ച് ലെറ്റർ ഓഫ് ദെയർ നെയിംസ്, അതായത് അവരുടെ പേരുകളിൽ നിന്ന് തന്നെ ഓരോ ലെറ്റേഴ്സ് അവർ വേർഡ്സ് എന്ത് ചെയ്ത് പിക്ക് ചെയ്യാൻ തുടങ്ങി. ദെൻ ദ വേർഡ്സ് ഡിസ്ക്രൈബ് സംതിങ് പോസിറ്റീവ് അബൌട്ട് ദം, അതായത് ആ വേർഡ് കൊണ്ട് അവരെ തന്നെ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് അവരെ തന്നെ എന്തെങ്കിലും നമുക്ക് പറയാം. അതായത് ഫോർ എക്സാമ്പിൾ K ഇൻ കുഞ്ഞിച്ചിരുത സ്റ്റാൻഡ്സ് ഫോർ കൈൻഡ്, അതായത് കൈൻഡ്, അതായത് K എന്ന് പറയുന്നത് കുഞ്ഞിച്ചിരുതയിൽ കൈൻഡ് ആണെന്ന് പറയാം. ദെൻ ആൻറ്റോണൈറ്റിൽ A എന്ന് പറയുന്നത് ആക്റ്റീവ് എന്ന് പറയാം. അതുപോലെ അവരുടെ ആ പേര് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാനാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് നിങ്ങളുടെ പേര് വെച്ചിട്ട് ഇങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത് കുറച്ച് നോക്കാം. ദെൻ നമ്മളോട് കംപ്ലീറ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞിച്ചിരുത K കൈൻഡ് ആൻഡ് U അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് നീറ്റ്, H ഹെൽപ്ഫുൾ, I intelligent, C curious, H happy, I imaginative, then R respectful എന്ന് എഴുതാം, U unique, T thoughtful, H honest and A active എന്ന് എഴുതാം. അതുപോലെ നമുക്ക് കുറച്ചുകൂടെ കൊടുത്തിട്ടുണ്ട്, അത് നമ്മളോട് കംപ്ലീറ്റ് ചെയ്യണം ആൻറ്റോണൈറ്റിൻ്റെ. അപ്പോൾ A എന്താണ്? A active, then N nice, T talented, O optimistic, and I inspiring, N noble, E energetic, T trustworthy, T thankful, X
ഇ എക്സലൻറ്റ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എഴുതാം. ദെൻ ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നൗ ഡു ദ സെയിം ഫോർ യുവർ നെയിം. അപ്പോൾ നിങ്ങളുടെ നെയിം എന്താണ്? അതായത് അനു, രാജു, ദെൻ രാമു, അങ്ങനെ പേരുകളൊക്കെ ഉണ്ടാകുമല്ലോ നിങ്ങളുടെ. ദെൻ ആ പേരുകൾ എന്ത് ചെയ്യാം, നിങ്ങളെടുത്തിട്ട് അതിൽ ഓരോ ലെറ്റേഴ്സിനും ഇതുപോലെ പോസിറ്റീവ് ആയിട്ടുള്ളത് വരുന്നത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സിറ്റ് വിത്ത് യുവർ ഫ്രണ്ട് ആൻഡ് ഷെയർ യുവർ വർക്ക് പ്രസൻറ്റ് ഇൻ ദ ക്ലാസ്. അത് നിങ്ങളുടെ ക്ലാസ്സിൽ അവതരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. അതായത് കോമൺ ആയിട്ട് എല്ലാവരുടെ ക്ലാസ്സിലും ഉണ്ടാകുന്നതാണ് ഫാത്തിമ എന്ന് പറയുന്നത്. അപ്പോൾ ഫാത്തിമയുടെ എഫ് ഫ്രണ്ട്ലി, എ അംബീഷ്യസ്, എച്ച് ഹെൽപ്ഫുൾ, ഐ ഇമാജിനേറ്റീവ്, എം മെച്യൂർ, എ ആർട്ടിസ്റ്റിക് അല്ലെങ്കിൽ ആക്റ്റീവ്, അങ്ങനെയൊക്കെ എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ പേരുകൾ ഓരോന്നായിട്ട് എഴുതാം. ദെൻ ഇതിലെ സി ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. Here are some qualities describing the character of കുഞ്ഞിച്ചിഴുത. അതായത് കുഞ്ഞിച്ചിഴുതയുടെ സ്വഭാവം ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ക്വാളിറ്റീസ് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് എ സെൻറ്റൻസ് അബൌട്ട് ഈച്ച് ഓഫ് ദിസ് ക്വാളിറ്റീസ്. അതായത് ഓരോ ക്വാളിറ്റിയെ വെച്ചിട്ടും ഒരു സെൻറ്റൻസ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ ഇവിടെ 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. കൈൻഡ്, അതായത് കുഞ്ഞിച്ചിഴുടെ ആദ്യത്തെ ലെറ്റർ കെ ആണ്. അത് വെച്ചിട്ട് നമ്മൾ കൈൻഡ് എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് വേർഡ് ഉണ്ടാക്കി. അപ്പോൾ അത് വെച്ചിട്ട് സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ എന്താ, കുഞ്ഞിച്ചിഴുത ഈസ് എ കൈൻഡ് ഗേൾ എന്ന് പറയാം. അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ്, അതായത് ഷീ ഈസ് വെരി അണ്ടർസ്റ്റാൻഡിങ് ബോത്ത് അറ്റ് സ്കൂൾ ആൻഡ് ഹോം എന്ന് എഴുതാം. തന്നെ ബാക്കിയുള്ളത് നമ്മളോട് എഴുതാനാണ്. ദെൻ എൻ എന്ത് എഴുതാം, ഷീ ഓൾവേസ് കീപ് ഹെർ ബുക്സ് തിങ്സ് നീറ്റ് എന്ന് എഴുതാം, നീറ്റ്. ദെൻ ഹെൽപ്ഫുൾ എന്ന് പറയുന്നത് ഷീ ഹെൽപ്സ് ഹെർ ഫ്രണ്ട്സ് ആൻഡ് ടീച്ചേഴ്സ്. ഇൻ്റലിജൻറ്റ് എന്ന് പറയുന്നതിൽ ഷീ ലേൺ തിങ്സ് ക്വിക്ക്ലി ആൻഡ് ഈസിലി. ക്യൂരിയസ്, ഷീ ലവ്സ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് ലേൺ മോർ. ഹാപ്പി, ഷീ ഓൾവേസ് സ്മൈൽസ് ആൻഡ് മേക്ക് അതേഴ്സ് സ്മൈൽ ടു. അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോ ക്വാളിറ്റീസ് വെച്ചിട്ട് ആ ക്യാരക്ടറിനെ ഡിസ്ക്രൈബ് ചെയ്യുക ഇങ്ങനെയാണ്. Then D question, let's write a short description of കുഞ്ഞിച്ചിഴുത using the qualities above. മുകളിൽ കൊടുത്തിട്ടുള്ള ആ ക്വാളിറ്റീസ് ഒക്കെ വെച്ച് നമ്മൾ സെൻറ്റൻസ് ഉണ്ടാക്കിയല്ലോ. അപ്പോൾ അതെല്ലാതും കൂടിയിട്ട് ഒരു പാരഗ്രാഫ് എന്ന രീതിയിൽ എഴുതിയാലും നിങ്ങൾക്ക് മതി. അപ്പോൾ കുഞ്ഞിച്ചിഴുത ഈസ് എ കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ ഗേൾ എന്ന് എഴുതാം. ദെൻ ഷീ ഈസ് വെരി ഇൻ്റലിജൻറ്റ് ആൻഡ് ക്യൂരിയസ് അബൌട്ട് ന്യൂ തിങ്സ്. ഷീ ഓൾവേസ് കീപ് ഹെർ തിങ്സ് നീറ്റ് ആൻഡ് ഈസ് വെരി അണ്ടർസ്റ്റാൻഡിങ് അറ്റ് സ്കൂൾ ആൻഡ് ഹോം. ഹെർ ഹാപ്പി നേച്ചർ മേക്സ് എവറി വൺ ലൈക്ക് ഹെർ. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ ചെറുതായിട്ട് ഇതിന് ഡിസ്ക്രിപ്ഷൻ, അതായത് കുഞ്ഞിച്ചിഴുതയുടെ ആ ക്യാരക്ടറിനെ പറ്റിയിട്ടുള്ള ഡിസ്ക്രിപ്ഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. Then activity 5, read the sentence taken from the story. സ്റ്റോറിയിൽ നിന്ന് ടേക്കൻ ചെയ്തിട്ടുള്ള ഒരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. A few days before the spring break, a girl named Antoinette took admission in കുഞ്ഞിച്ചിഴുതാ's class. അതായത് കുഞ്ഞിച്ചിഴുത ക്ലാസ്സിൽ ആന്റോണൈറ്റ് എന്ന് പറയുന്ന ഒരു പേരുള്ള ഒരു ഗേൾ എന്ത് ചെയ്തു, അഡ്മിഷൻ എടുത്തു. Imagine a new student from another country or state has just joined your school. How would you help her adjust to the new place and culture? You may use will, shall, can to frame sentences. അതായത് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക, നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു പുതിയ കൺട്രിയിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഒരു സംസ്ഥാനത്ത് നിന്നോ ഒരു കുട്ടി നിങ്ങളുടെ സ്കൂളിൽ ജോയിൻ ചെയ്തു. അപ്പോൾ എങ്ങനെ, ഹൗ വുഡ് യു ഹെൽപ്പ്, നിങ്ങൾ എങ്ങനെയാണ് അവളെ സഹായിക്കുക, ഈ പുതിയ സ്ഥലവും അതുപോലെ തന്നെ പുതിയ കൾച്ചറും ഒക്കെ എങ്ങനെയാണ് ആ കുട്ടീനെ സഹായിക്കുക, അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ. അതായത് ദിസ് ഹിൻസ് മേ ബി ഹെൽപ്പ് ടു കംപ്ലീറ്റ് ദിസ് ആക്ടിവിറ്റി. അപ്പോൾ ഈ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതൊക്കെ, ന്യൂ സബ്ജക്റ്റ്, റൂൾസ്, ടീച്ചേഴ്സ്, ലോക്കൽ ലാംഗ്വേജ്, പ്ലേസസ് ടു വിസിറ്റ്, സ്കൂൾ ലൈബ്രറി, കഫ്റ്റേറിയ, അപ്പോൾ അതൊക്കെ നമുക്ക് വെച്ചുകൊണ്ടാണ് ഈ ആക്ടിവിറ്റി ചെയ്യേണ്ടത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്, ഐ വിൽ ഷോ ഹെർ അറൗണ്ട് ദ സ്കൂൾ ആൻഡ് ഇൻട്രൊഡ്യൂസ് ഹെർ ടു മൈ ഫ്രണ്ട്. ഞാൻ എൻ്റെ സ്കൂളിലെ ചുറ്റുപാടുമൊക്കെ കാണിച്ചു കൊടുക്കും, അതുപോലെ തന്നെ അവൾക്ക് എൻ്റെ ഫ്രണ്ട്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്, യു മേ യൂസ് വിൽ, ഷാൾ, ക്യാൻ ടു ഫ്രെയിം സെൻറ്റൻസസ്. വില്ല്, ഷാൾ, ക്യാൻ എന്നിവയൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കണം സെൻറ്റൻസ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമുക്കത് നോക്കിയാൽ ഇതിൻ്റെ ആക്ടിവിറ്റിയുടെ ആൻസർ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ഇഫ് എ ന്യൂ സ്റ്റുഡൻറ്റ് കം ടു മൈ സ്കൂൾ ഐ വിൽ ഹെൽപ്പ് ഇൻ ഹെർ ഇൻ മെനി വേയ്സ്. ഒരു പുതിയ കുട്ടി എൻ്റെ സ്കൂളിൽ വന്നാൽ ഞാൻ അവളെ ഒരുപാട് രീതിയിൽ സഹായിക്കും. ഐ വിൽ ഷോ ഹെർ അറൗണ്ട് ദ സ്കൂൾ ആൻഡ് ഇൻട്രൊഡ്യൂസ് ഹെർ ടു മൈ ഫ്രണ്ട്. അതായത് ഞാൻ സ്കൂളിൻ്റെ ചുറ്റുപാടും കാണിക്കും, അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കളെ അവൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കും. ഐ ഷാൾ എക്സ്പ്ലെയിൻ ദ സ്കൂൾ റൂൾസ് ആൻഡ് ഹൗ ക്ലാസ്സസ് വർക്ക്. എങ്ങനെയാണ് സ്കൂൾ റൂൾസ്, അതുപോലെ തന്നെ ക്ലാസ് വർക്ക് എന്നിവയെല്ലാം ഞാൻ വിശദീകരിച്ചു കൊടുക്കും. ഐ ക്യാൻ ടീച്ച് ഹെർ some words in our local language. ആ സ്ഥലത്തുള്ള ഏത് ലാംഗ്വേജ് ആണോ ആ ലാംഗ്വേജിലെ കുറച്ച് വാക്കുകൾ ഞാൻ പഠിപ്പിച്ചു കൊടുക്കും. ഐ വിൽ ടെൽ ഹെർ അബൌട്ട് അവർ ടീച്ചേഴ്സ് ആൻഡ് സബ്ജക്റ്റ്. ഞാൻ അവൾക്ക് ടീച്ചേഴ്സിനെ കുറിച്ചും സബ്ജക്റ്റിനെ കുറിച്ചും പഠിപ്പിച്ചു കൊടുക്കും. ദെൻ ഐ ഷാൾ ടേക്ക് ഹെർ സ്കൂൾ ലൈബ്രറി ആൻഡ് കഫ്റ്റേരിയ. ഞാൻ അവളുമായിട്ട് സ്കൂൾ ലൈബ്രറിയിലേക്കും അതുപോലെ തന്നെ കഫ്റ്റേരിയയിലേക്കും പോകും. ഐ ക്യാൻ ഓൾസോ ടേക്ക് അബൌട്ട് നൈസ് പ്ലേസസ് ടു വിസിറ്റ് നിയർ ബൈ. അടുത്തുള്ള നല്ല സ്ഥലങ്ങളിലേക്ക് അവളുമായിട്ട് ഞാൻ പോകും. ഐ ക്യാൻ ഓൾസോ ടോക്ക് അബൌട്ട് നൈസ് പ്ലേസസ്. അതായത്
സഹായിക്കുമെന്നാണ് കേട്ടോ. ഐ വിൽ ബി ഹെർ ഗുഡ് ഫ്രണ്ട് ആൻഡ് മേക്ക് ഹെർ ഫീൽ കംഫർട്ടബിൾ. ഞാൻ അവളുടെ നല്ല സുഹൃത്താക്കും, ഞാൻ നല്ല കംഫർട്ടബിൾ ആക്കും. ഞാനുമായി അവൾ സംസാരിക്കുമ്പോൾ നല്ല കംഫർട്ടബിൾ ആക്കാൻ ഞാൻ ശ്രമിക്കും. അങ്ങനെയൊക്കെ നമുക്ക് എഴുതാവുന്നതാണ്. ആക്ടിവിറ്റി 6 ആണ്. റീഡ് ദ സെൻറ്റൻസസ് ഫ്രം ദ സ്റ്റോറി ബട്ട് ഷി ഹാസ് പിക്ക്ഡ് അപ്പ് ഇംഗ്ലീഷ് അപ്പ് വിത്ത് ആൻ അമേസിങ് സ്പീഡ്. അതായത് എന്താണ് പറയുന്നത്, ഇവിടെ ഷി പിക്ക്ഡ് അപ്പ് എന്ന് പറയുന്നത് കുറച്ച് ബോൾഡായിട്ട് എഴുതിയിട്ടുണ്ട്. അതായത് ഇൻ ദ സെൻറ്റൻസസ് ദ പെയർ പിക്ക്ഡ് ആൻഡ് അപ്പ് ടുഗദർ. അതായത് പിക്ക്ഡ് എന്ന് പറയുന്നതും അപ്പ് എന്ന് പറയുന്നതും കൂടി ടുഗദർ ആയിട്ട് പിക്ക്ഡ് അപ്പ് എന്ന് പറഞ്ഞു. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ലേൺഡ് ഓർ അക്വയേർഡ് എന്നാണ്. അതായത് അവൾ പഠിച്ചു അല്ലെങ്കിൽ അവൾ നേടി എന്നുള്ള അർത്ഥമാണ് പിക്ക്ഡ് അപ്പ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അതായത് അതൊരു ഫ്രേസൽ വേർബാണ് കേട്ടോ. A question, a few such pair of words are given below. Pick out the sentences that contain those expressions from the story. സ്റ്റോറിയിൽ നിന്ന് ഈ എക്സ്പ്രഷൻ വരുന്നത് കം അക്രോസ്, അതായത് അതുപോലെ തന്നെ കം അക്രോസ് ടു കമ്മ്യൂണിക്കേറ്റ് എന്ന് പറയുന്നതാണ് ആ ഫ്രേസൽ വേർബിൻ്റെ അർത്ഥം. സ്വിച്ച്ഡ് ഓവർ എന്ന് പറയുന്നത് അങ്ങനത്തെ സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ സ്പെയർ കൊടുത്തിട്ടുണ്ട്. ദെൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഈ എക്സ്പ്രഷൻ വരുന്നത് സ്റ്റോറിയിൽ നിന്ന് കണ്ടെത്തി എഴുതാനാണ്. അപ്പോൾ കം അക്രോസ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ആ പാഠം വായിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിച്ചെഴുത ഹാഡ് കം അക്രോസ് മെനി ഇന്ത്യൻസ് ഓൺ ദ സ്ട്രീറ്റ്. അതാണ് ആ സെൻറ്റൻസ് എന്ന് പറയുന്നത്. ദെൻ സ്വിച്ച്ഡ് ഓവർ എന്ന് പറയുന്നത് പ്രകാശ് സഡൻലി സ്വിച്ച്ഡ് ഓവർ ടു മലയാളം. പ്രകാശ് പെട്ടെന്ന് തന്നെ മലയാളത്തിലേക്ക് സ്വിച്ച് ചെയ്തു, അതാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് 2 സെൻറ്റൻസ് പാഠത്തിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയിട്ട് എഴുതേണ്ടത്. അതിലെ ബി ക്വസ്റ്റ്യൻ നോക്കാം. ബി, റീഡ് ദ കോൺവേഴ്സേഷൻ ബിലോ, ഐഡൻറ്റിഫൈ മോർ സച്ച് എക്സ്പ്രഷൻസ് യൂസ്ഡ്. അതായത് ഈ കോൺവേഴ്സേഷൻ സംഭാഷണം വായിച്ചതിന് ശേഷം ഇതുപോലുള്ള എക്സ്പ്രഷൻസ്, അതായത് കം അക്രോസ്, സ്വിച്ച്ഡ് അക്രോസ്, പിക്ക്ഡ് അപ്പ് എന്ന് പറയുന്ന ആ എക്സ്പ്രഷൻസ് നമ്മളോട് കണ്ടെത്തിയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് ആ കോൺവേഴ്സേഷൻ വായിച്ച് നോക്കാം. കുഞ്ഞിച്ചെഴുത ഹായ് എവ്രി വൺ, ആൻറ്റോണൈറ്റ്സ് ബർത്ത്ഡേ ഈസ് കമ്മിങ് അപ്പ്, ലെറ്റ്സ് ഡു സ്പെഷ്യൽ സംതിങ് സ്പെഷ്യൽ. അതായത് ആൻറ്റോണൈറ്റിയുടെ ബർത്ത്ഡേ ആണ് വരാൻ പോകുന്നത്, നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ചെയ്യാമെന്ന് പറയാണ്. Jake, we can pick up a nice gift for her. നമുക്ക് അവൾക്ക് ഒരു നല്ല ഗിഫ്റ്റ് കൊടുക്കാം. അപ്പോൾ അവിടെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്, പിക്കപ്പ്. നിങ്ങൾ നോക്കുക, പിക്കപ്പ് അതൊരു എക്സ്പ്രഷനാണ്. ദെൻ മിയ, ആൻഡ് വി ക്യാൻ ടേക്ക് ഹെർ ഔട്ട് ടു ഈറ്റ് ഹെർ ഫേവറേറ്റ് കഫേ. അതായത് നമുക്ക് അവളുമായിട്ട് അവളുടെ ഫേവറേറ്റ് കഫേയിലേക്ക് പോകാം. കുഞ്ഞിച്ചിത ഗ്രേറ്റ്, ഐ വിൽ ഫിക്സ് എ ടൈം ഫോർ അസ് ടു ഗോ. ഞാനൊരു സമയം നിശ്ചയിക്കാം നമുക്ക് എപ്പോഴാണ് പോകേണ്ടതെന്ന്. ബെൻ, ഐ വിൽ ലുക്ക് ഫോർ എ ഗുഡ് ഗിഫ്റ്റ്. വാട്ട് അബൌട്ട് എ ബുക്ക്? നമുക്കൊരു നല്ല ഗിഫ്റ്റ് നോക്കാം, ഗുഡ് ഗിഫ്റ്റ്. ബുക്കുകൾ എങ്ങനെയുണ്ട്? കുഞ്ഞിച്ചിരുത ഗുഡ് ഐഡിയ, വി ക്യാൻ ചെക്ക് ഔട്ട് ദ ബുക്ക് സ്റ്റോർ ടു ഫൈൻഡ് ഷി വിൽ ലൈക്ക്. അതായത് നമുക്കൊരു ബുക്ക് സ്റ്റോറിൽ പോയിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ബുക്ക് നോക്കാം. മിയ, വി വിൽ ലുക്ക് അപ്പ് എ ബുക്ക് ഷി ഡസൻ ഹാവ്. അവളേക്ക് ഇല്ലാത്തൊരു നോക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്, അതായത് പിക്ക് അപ്പ് എന്ന് പറയുന്നത്, അതുപോലെ തന്നെയാണ് ലുക്ക് അപ്പ് എന്ന് പറയുന്നത്. 2 എക്സ്പ്രഷൻ നമുക്ക് കിട്ടി. ലെറ്റ്സ് get a cake too. I can drop it off at her house. Konichira, perfect. We will ask her to come back to the cafe after school and we will surprise her. അപ്പോൾ അങ്ങനെ Ben, okay, let's get going, keep the secret. അങ്ങനെ പറഞ്ഞ് നിർത്താണ്. അപ്പോൾ അതിൽ get going എന്ന് പറയുന്നതാണ് എക്സ്പ്രഷൻ. അപ്പോൾ എന്താണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്, എഴുതാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള ബോക്സ്. എക്സ്പ്രഷൻസ് ആണ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തത്, അത് എഴുതാനാണ്. അപ്പോൾ കമ്മിങ് അപ്പ്, പിക്ക് അപ്പ്, ടേക്ക് ഔട്ട്, അത് ലുക്ക് അപ്പ്, ഡ്രോപ്പ് ഔട്ട് ഓഫ്, ഗെറ്റ് ഗോയിങ്, കീപ് ദ സീക്രട്ട്, അതൊക്കെയാണ് എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് ആക്ടിവിറ്റി 7. In the class, teacher asks everyone to say something special about her home country. അതായത് ആ ക്ലാസ്സിലെ ടീച്ചർ എല്ലാവരുടെയുമായിട്ട് അവരുടെ ഹോം കൺട്രിയെ കുറിച്ച് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് പറയാൻ പറഞ്ഞു. ബെൻ ഫ്രം ഇറ്റലി ഗോസ് ഫസ്റ്റ്. അതായത് ബെൻ ആണ് ആദ്യം പോയത്, അവൻ ഇറ്റലിയാണ് അവൻ്റെ ഹോം കൺട്രി എന്ന് പറയുന്നത്. ലെറ്റ്സ് ലിസൺ വാട്ട് ഹി ഹാസ് ടു സേ അബൌട്ട് ഹിസ് കൺട്രി. അപ്പോൾ നമുക്ക് നോക്കാം അവൻ്റെ കൺട്രിയെ കുറിച്ച് എന്തായിരിക്കും അവൻ പറഞ്ഞിട്ടുണ്ടാവുക എന്ന്. Dear friends, I'm from Italy. It's a beautiful country. Its capital is Rome. അതായത് ഞാൻ വരുന്നത് ഇറ്റലിയിൽ നിന്നാണ്, വളരെ മനോഹരമായിട്ടുള്ളൊരു കൺട്രിയാണത്. അതുപോലെ തന്നെ അതിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് റോമാണ്. ദ ഫ്ലാഗ് ഈസ് റിയലി കൂൾ വിത്ത് 3 കളേഴ്സ്. അതായത് ഗ്രീൻ, വൈറ്റ്, റെഡ്. അതായത് നല്ല അടിപൊളി ഫ്ലാഗാണ് ഞങ്ങളുടെ, വൈറ്റ്, ഗ്രീന്, റെഡ്. മോസ്റ്റ് പീപ്പിൾ ഈസ് ഇറ്റലി സ്പീക്ക് ഇറ്റാലിയൻ. അതായത് കൂടുതൽ ആളുകളും ഇറ്റലിയിൽ ഇറ്റാലിയനാണ് സംസാരിക്കുന്നത്. വി മേക്ക് സം ഓഫ് ദ ബെസ്റ്റ് ഫുഡ് എവർ ലൈക്ക് പിസ്സ, പാസ്ത. അപ്പോൾ പാസ്ത, പിസ്സ ഒക്കെ നന്നായിട്ട് ഉണ്ടാക്കും ഞങ്ങൾ. ഇറ്റലി ഈസ് ഓൾസോ ഹോം ടു അമേസിംഗ് പ്ലേസ് ലൈക്ക് കൊളോസിയം, ദ ലേണിംഗ് ടവർ ഓഫ് പിസ്സ ആൻഡ് കനാൽസ് ഓഫ് വെനീസ്. ഇഫ് യു വിസിറ്റ് ഇറ്റലി യു മൈറ്റ് ഈവൻ സ്പോട്ട് animals like Italian wolf and wild boar. The weather is nice too, with warm summers with cool winters. Italians love to summers
Italians loves to celebrate holidays like Christmas, Easter, and carnivals where we wear colorful masks and costumes. Sounds fun, right? അപ്പോൾ എന്താണ് ഇറ്റാലിയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അവിടുത്തെ ഫ്ലാഗിനെ കുറിച്ച്, അവിടുത്തെ ലാംഗ്വേജിനെ കുറിച്ച്, അവിടുത്തെ ആളുകൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ഹോളിഡേയ്സ്, അതുപോലെ തന്നെ അവിടുത്തെ പ്ലേസസ്, അതുപോലെ തന്നെ അവിടുത്തെ എനിമൽസ്, അതിനെക്കുറിച്ചിട്ടൊക്കെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ബെന്നി ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. Next, Antoinette, would you like to say something about her country, France? Some basic factors about France are given. Can you help her to make a description and present it? അതായത് ഇപ്പോൾ ഇറ്റലി, അതായത് ബെന്നി പറഞ്ഞ ഇറ്റലിയെ പോലെ ആന്റോണൈറ്റ് പറയുന്നത് ഫ്രാൻസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഹിൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ബെന്നി പറയുന്ന പോലത്തെ ഒരു ഡിസ്ക്രിപ്ഷൻ ആക്കിയിട്ട്, അതായത് പാരഗ്രാഫ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഹിൻസ്: കൺട്രി ഫ്രാൻസ്, ക്യാപിറ്റൽ പാരീസ്, ഫ്ലാഗ്, മേജർ ലാംഗ്വേജ്, പോപ്പുലർ ഫുഡ് ഐറ്റംസ്, ഫേമസ് പ്ലേസ്, ആനിമൽസ്, സെലിബ്രേഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കുറിച്ച് നമുക്ക് ഡിസ്ക്രിപ്ഷൻ ആക്കിയിട്ട് ആന്റോണൈറ്റിന് കൊടുത്താലോ? അപ്പോൾ നമുക്ക് നോക്കാം. ഡിയർ ഫ്രണ്ട്സ്, ഐ ആം ഫ്രം ഫ്രാൻസ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കൺട്രി ഇൻ യൂറോപ്പ്. അതായത് ഞാൻ വരുന്നത് ഫ്രാൻസിലാണ്. യൂറോപ്പിൽ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കൺട്രിയാണ്. ദ ക്യാപിറ്റൽ ഓഫ് ഫ്രാൻസ് ഈസ് പാരീസ്. പാരീസ് ആണ് ഫ്രാൻസിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അവർ ഫ്ലാഗ് ഹാസ് 3 കളർ: ബ്ലൂ, വൈറ്റ്, റെഡ്. അതായത് ബ്ലൂ, വൈറ്റ്, റെഡ് എന്ന് പറയുന്നതാണ് ഞങ്ങളുടെ ഫ്ലാഗിൻ്റെ കളേഴ്സ് എന്ന് പറയുന്നത്. പീപ്പിൾ മോസ്റ്റ്ലി സ്പീക്ക് ഫ്രഞ്ച് ഹിയർ. അതായത് ആളുകൾ കൂടുതൽ ഫ്രഞ്ചാണ് സംസാരിക്കുന്നത്. വി ഈറ്റ് ടേസ്റ്റി ഫുഡ് ലൈക്ക് ക്രസാൻസ്, ബർഗറ്റ് ആൻഡ് മക്രോൺസ്. അതായത് അവർ കഴിക്കുന്ന ഫുഡ്. അതപ്പോൾ യു മസ്റ്റ് വിസിറ്റ് ദ ഈഫിൽ ടവർ ആൻഡ് ലോറി മ്യൂസിയം വെൻ യു കം ടു ഫ്രാൻസ്. അതായത് നിങ്ങൾ വരികയാണെങ്കിൽ എന്തായാലും നിങ്ങൾ ഈഫിൽ ടവർ, ലോറി മ്യൂസിയം ഒക്കെ കാണണം. ദ ബീച്ചസ് ഇൻ ഫ്രഞ്ച് റിവേറിയ ഈസ് ഓൾസോ ഫേമസ്. അതായത് അവിടുത്തെ ബീച്ചും വളരെ ഫേമസ് ആണ്. യു ക്യാൻ സീ അനിമൽസ് ലൈക്ക് ഫ്രഞ്ച് ബുൾ ഡോഗ്സ് ആൻഡ് വേൾഡ് ബേർഡ്സ് ഹിയർ. അതായത് നിങ്ങൾക്ക് അവിടെ ഫ്രഞ്ച് ബുൾ ഡോഗ്സ് ആൻഡ് വേൾഡ് ബേർഡിനെ കാണാൻ സാധിക്കും. വി സെലിബ്രേറ്റ് ബാസ്റ്റൽ ഡേ, ക്രിസ്മസ് ആൻഡ് ഈസ്റ്റർ വിത്ത് ജോയ്. France is full of history, beauty and delicious food. അപ്പോൾ നമുക്കിങ്ങനെ ഫ്രാൻസിനെ കുറിച്ച് ഡിസ്ക്രിപ്ഷൻ എഴുതാവുന്നതാണ്. അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസ് ആയിരുന്നു നെയിംസ് ആൻഡ് നെയിംസ് എന്ന് പറയുന്ന പാഠത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ പാഠവും ഇതിലെ ആക്ടിവിറ്റീസും നിങ്ങൾക്ക് ക്ലിയർ ആയി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ 6ാം ക്ലാസ്സിലെ മറ്റ് വീഡിയോസ്, സോഷ്യൽ സയൻസ്, ബേസിക് സയൻസ്, മലയാളം എന്നിവ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായ കൂട്ടുകാർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.